അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ അവരൊക്കെ അംഗീകരിച്ച കിതാബാണ് ഇമാം മഖ്രിസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ ബിദിക്രിൽ ഖുത്തത്ത് വൽ ആസാർ അൽ മഅറൂഫ ബിൽ ഖുത്തത്തിൽ മഖ്രിസിയ്യ. നീ ഇമാം മഖ്രിസിനെ കൊടുത്താൽ പറയാ ഇമാം മഖ്രിസി നിങ്ങളാളല്ലേ, നിങ്ങളീ ആൾ തന്നെയാണ്, എല്ലാവർക്കും പറ്റും. മനസ്സിലായില്ലേ? ഇമാം മഖ്രിസിനെ ഇവരൊക്കെ തെളിവാക്കും, അവിടെ പഠിച്ചല്ല. ഇനി തെളിവാക്കല്ലേ നമുക്ക് അപ്പൊ കൊടുക്കാൻ സാധാ കേൾക്കാം. അതാ വരട്ടെ 436 പേജ്. എന്താണ് ഇതാ? വകാന ലിൽ ഖുലഫായിൽ ഫാത്തിമീന ഫീ തൂലിസ്സന അയ്യാദ് വ മവാസിം. വർഷം മുഴുവൻ ഷിയാക്കളിലെ ഫാത്തിമിയാക്കളായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, വർഷത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് യൗമു ആശൂറ ഒക്കെ ഉണ്ട്. വമൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടോ? അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കിയതരോ? ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ്. അപ്പൊ തെളിവ് വേണ്ടേ? ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായിസം, ശുദ്ധ ഷിയായിസം, കറകളഞ്ഞ ഷിയായിസം. ഒരു സംശയമല്ല, 100ക്ക് 100 കൊടുക്കാം. ശുദ്ധ ഷിയായിസം. ഇനി തെളിവ് കിട്ടിയില്ല അറിയണ്ട, പള്ളം നിറച്ച് കൊട്ട നിറച്ചാണ് തെളിവ്. ഇനി ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങൾ ഗണ്ണിച്ചു വരും. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. ശരി, ഇനി തെളിവ് ഫാത്തിമിയാക്കൾ കൊടുത്തു. അപ്പൊ ഇനി അലിമദനിക്ക് നമ്മുടെ അലവി സഖാഫിക്ക് തുടർച്ചയായ എല്ലായിടത്തുള്ള ഡയലോഗാട്ടോ. അപ്പൊ ആ ഡയലോഗ് കേട്ട ആൾക്കാർ വിചാരിക്കും, ഓ നമ്മളെ ഉസ്താദിന്റെ അടുത്ത് തന്നെയാണ് കാര്യം കിടക്കുന്നത്, നമ്മളെ ഉസ്താദിന്റെ കോട്ടിലാണ് പന്ത് എന്ന് തോന്നും. വരട്ടെ കേട്ടോളി. പരിശുദ്ധ ഖുർആനിൽ ഏതായാലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തുകൊണ്ട് മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് തെറ്റാകുന്നു, അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതുവരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെയും അതിന് കഴിഞ്ഞിട്ടില്ല. ശരി, അപ്പോ അലവി സഖാഫി എന്ത് കേട്ടാ മറുപടിക്ക് വന്നത്? അല്ല, അങ്ങനെ ചോദിക്കണല്ലോ. മറുപടിക്ക് വരുമ്പോ നമ്മൾ നടത്തിയ പരിപാടികളൊന്ന് കേൾക്കണ്ടേ? ഇപ്പോ ഫൈസൽ മൗലവി ഈ ഉള്ളവനൊക്കെ ആ 4 മണിക്കൂറിൽ അപ്പുറമുള്ള സംഗതി അരികും മൂലിയും കേട്ടപ്പോ ഈ പണിക്ക് വന്നത്. അദ്ദേഹം ആ പണി ചെയ്തിരുന്നെങ്കിൽ പൊന്നാര അലവി സഖാഫി എത്ര ആയത്തോതി. പക്ഷേ ആയത്തുകൾ നിങ്ങളെ കണ്ണുകൾ തുറപ്പിക്കില്ല, നിങ്ങളെ കാതുകളിൽ മുഴങ്ങൂല, നിങ്ങളെ മനസ്സതിന് ശ്രദ്ധ കൊടുക്കൂല. കാരണം ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ അനാചാരത്തെ വെളുപ്പിക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ. ഇനി വേണമെങ്കിൽ ഒരു ആയത്ത് ഓടിത്തരാം, അങ്ങനെയാണല്ലോ ഞാൻ ചോദിച്ചാലേ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ഈ ആയത്ത് തെളിവല്ലെങ്കിൽ പറയും, ഇൻഷാ അല്ലാഹ് അപ്പോൾ തെളിവ് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ അംഗീകരിച്ചു, നബി ചെയ്തിട്ടില്ല. വമാ നഹാകും അൻഹു ഫൻതഹൂ, അവിടുന്ന് വിലക്കിയതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. എത്ര ആയത്തുള്ളത്? അപ്പൊ ആയത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാ, എന്നിട്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് അനാചാരത്തിന് തെളിവുണ്ടാക്കുക. ഇനി അടുത്ത പരാതി വരട്ടെ കേട്ടോളി. ലക്ഷക്കണക്കായ ഹദീസുകൾ ഉണ്ടല്ലോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ. ആ ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസിലെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ, ജനങ്ങളെ എന്റെ മൗലിദാഘോഷം എന്നൊരു പരിപാടി നിങ്ങളാരും നടത്തരുതേ, അത് തെറ്റാണ്, അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് കാണിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ എന്നോ സാധിച്ചു, മനസ്സിലായില്ലേ? ഹദീസുകൾ പറഞ്ഞു സാധാരണക്കാർ ഇങ്ങോട്ട് പറയലോടത്തി. പക്ഷെ എന്താ പ്രശ്നം അറിയോ? മൂപ്പർക്ക് മൗലീദ് എന്നുള്ള വാക്ക് കിട്ടണം. അത് നല്ല പരിപാടിയാ. എന്നാ ശരി, ഒരാൾ പറയാ ഞാൻ കഞ്ചാവ് എന്ന് ഹദീസിൽ കണ്ടാലേ ഒഴിവാക്കുള്ളൂ. അല്ല, കഞ്ചാവ് അല്ലെങ്കിൽ പിന്നെ MDMA എന്ന് ഹദീസിൽ കണ്ടാലേ ഒഴിവാക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവും ഒരു സംഗതി? ഇല്ല. മൊത്തത്തിൽ പറയും ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, വൃത്തികേടുകൾ അല്ലാഹു ഹറാമാക്കി. ആ വൃത്തികേട് ഇങ്ങനെ എണ്ണും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മീലാദ് മാത്രല്ല, മരണ വീട്ടിലെ ബിദ്അത്ത് പെട്ടു, എല്ലാ ബിദ്അത്തും പെട്ടു. തെളിവ് എത്ര തന്നു? ഇനി പിടിച്ചോളൂ, അത് ഫത്ഹുൽ ബാരിയാണ്.
ഫതുഹുൽ ബാരിയിൽ ഏതാ ഹദീസ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പുതിയതായി ഒരു കാര്യം നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം എന്ന് പഠിപ്പിച്ച ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദൽ ഹദീസു മഅദൂദുൻ മിൻ ഉസൂലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ എണ്ണപ്പെടുന്ന ഹദീസാണ്. വഖായിദത്തിൻ മിൻ ഖവായിദിഹി, അതിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പെട്ടതാണ്. പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല. എന്താണ് ഫൈന്ന മഅനാഹു? അതിന്റെ മഅന മൻ ഇഖ്തറഅ ഫിദ്ദീൻ മാ ലാ യശ്ഹദു ലഹു അസ്ലുൻ മിൻ ഉസൂലിഹി. പിടിച്ചോ തെളിവ്. അസ്ലുൻ മിൻ ഉസൂലിഹി, അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ആര് പുതിയതായി ഉണ്ടാക്കിയാലും ഫലാ യൽതഫിത് ഇലൈഹി, തിരിഞ്ഞു നോക്കാൻ പാടില്ല.